എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് വെളുത്തുള്ളിയുടെ ഗുണത്തെ സംബന്ധിച്ചാണ്. വെളുത്തുള്ളിയുടെ ഗുണവശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മാസികയിലൂടെയും പേപ്പറിലൂടെയും ടി വിയിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് വാസ്തവമാണ്. വെളുത്തുള്ളി കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം അപാരം തന്നെയാണ്. 30 വർഷം മുമ്പ് മുതൽ വെളുത്തുള്ളി കഴിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. വെളുത്തുള്ളി കഴിച്ചതിൻ്റെ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ വെളുത്തുള്ളിയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് സംബന്ധിച്ച് നമുക്ക് ഒന്ന് നോക്കാം. വെളുത്തുള്ളിയിലെ ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെളുത്തുള്ളിക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഒന്നാമത് നോക്കുകയാണെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. വെളുത്തുള്ളി കഴിക്കുന്നതുകൊണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ജലദോഷം, പനി ഇങ്ങനെയുള്ള സംഗതികൾ തടയാൻ തക്കവണ്ണം ഇത് സഹായിക്കും. അതുപോലെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കും. അതുപോലെ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ ഇനിയും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും, അതുപോലെ അടുത്ത് ശ്രദ്ധിക്കുക, പ്രായമാകുന്നത് തടയാനും സഹായിക്കുന്ന ഉണ്ടോ. പ്രായമാകുന്നത് വരെ തടയാൻ വെളുത്തുള്ളി സഹായിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇനി നല്ല രീതിയിൽ ദഹനം നടക്കാൻ വെളുത്തുള്ളി സഹായിക്കും. അടുത്തത് എല്ലുകളുടെയും സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും എല്ലുകളുടെ ബലം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇനി വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻറ്റുകളും സൾഫർ സംയുക്തങ്ങളായ അലിസിനുമാണ്. ഇതാണ് ഹൃദയരോഗം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ തടയുന്നത്. ഇതെല്ലാം പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള സംഗതിയാണ്. അതുപോലെ ഇത് കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം ഇവ കുറയ്ക്കാനും സഹായിക്കും. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇതെല്ലാം നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇനി വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നത് അലിസിൻ, ഡേലിൽ ഡ്രൈ സൾഫൈഡ് ആണ്. ഇനിയും വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, മാംഗനീസ്, സെലീനിയം, നാരുകൾ എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല. കൂടുതൽ അളവിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ചരിച്ചിൽ, അല്ലെ ഒരു പക്ഷേ വയറുവേദന, വായ്നാറ്റം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലരിലാണെങ്കിൽ അലർജി ഉണ്ടാകാനും ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ അളവിൽ കഴിക്കാൻ പാടില്ല. ഒരല്ലി ദിവസവും വൈകിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കുകയാണെങ്കിൽ 30 വർഷമായിട്ട് വെളുത്തുള്ളി പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനിത് ഭക്ഷണത്തിനൊപ്പമാണ് ഇത് കഴിക്കുന്നത്, അതായത് ചോറിനൊപ്പം. ഇത് കഴിക്കുന്ന രീതി സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് വെളുത്തുള്ളി ഒരു ചുളയെടുത്ത് പൊളിച്ചിട്ട് അത് ഭക്ഷണത്തിൻ്റെ കൂടെ രാത്രിയിൽ ചവച്ച് കഴിക്കുക. അത്താഴത്തിന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ അത് ദുർഗന്ധമൊന്നും ആർക്കും അത്ര കിട്ടുകയില്ലല്ലോ. നമ്മൾ ആളുകളുമായിട്ട് പിന്നെ സഹവാസം ഇല്ലല്ലോ. അതുകൊണ്ട് അത് വൈകിട്ട് ഒരു ചുള കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമൊക്കെ 2 ചുള വീതം 2 നേരം കഴിക്കുമായിരുന്നു. എന്നാൽ അത് പിന്നീട് ഞാൻ മാറ്റം ചെയ്തേ. ഒരു 10 വർഷമായിട്ട് ഞാൻ ഒരൊറ്റ ചുള മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ വൈകുന്നേരം കഴിക്കും. അപ്പം അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കതിൻ്റെ കിട്ടിയേക്കുന്ന ആ ഗുണം ഞാൻ അടുത്ത വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പങ്കുവെക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു.